ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. വെറും 4 ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഓപ്ഷനിലാണ്, നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല മധുരത്തിലുള്ള ഒരു സ്നാക്ക് തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. അതൊരു 2 നുള്ളു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും കുറേ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ ഈത്തപ്പഴം നമുക്ക് മാവിലൊന്നും മുക്കിയിട്ട് ഈ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈത്തപ്പഴം മാവിൽ മുക്കി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഈത്തപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദപ്പൊടി വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്